സുഹൃത്തുക്കളെ നമസ്കാരം. മലപ്പുറം ജില്ല ആരംഭിക്കുന്ന സ്ഥലം ഇവിടെ നിന്നാണ് കേട്ടോ. ഇത് അഴിഞ്ഞില്ലം എന്ന സ്ഥലമാണ്. അഴിഞ്ഞില്ലം ശരിക്ക് കോഴിക്കോട് ജില്ലയല്ല, മലപ്പുറം ജില്ലയാണ്. ഇവിടെ കുറച്ചുകൂടെ ബാക്കിലോട്ടുണ്ട്. അതായത് അവിടെ ഈ കടവ് റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു ഭാഗമുണ്ട്, ചാലിയാറിൻ്റെ കിഴക്ക് ഭാഗത്ത് വരുന്ന കര, അവിടെ മുതലാണ് ശരിക്കും മലപ്പുറം ജില്ല ഉള്ളത്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മൾ രാമനാട്ടുകര ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. രാമനാട്ടുകര ശരിക്കും കോഴിക്കോട് ജില്ലയാണ്. രാമനാട്ടുകര കഴിഞ്ഞ് നമ്മൾ ഇടിമുഴക്കൽ എന്നൊരു സ്ഥലമുണ്ട്, അവിടെ മുതലാണ് കറക്റ്റായിട്ട് പിന്നെ മലപ്പുറം ജില്ല കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ പോകുന്ന ഈ ഒരു ഭാഗം മലപ്പുറം ജില്ലയാണ്. ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് മലപ്പുറം ജില്ലക്കാരുടെ അടുത്ത് ഒരു നന്ദി പറയാൻ തോന്നുന്നുണ്ട്. കാരണം ഈ നന്ദി പറയാതെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഒരു അർത്ഥമില്ല. കാരണം നമ്മുടെ കേരളത്തിൽ NH66 ഏറ്റവും ഫസ്റ്റ്, അതായത് ഫുള്ളായിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നൊരു ജില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഏകദേശം 90% പൂർത്തിയാക്കിയ ഒരു ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലപ്പുറം ജില്ല തന്നെയാണ്. കാരണം അത്രയ്ക്ക് നാട്ടുകാരുടെയും കൂടെ ഒരു സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെയാണല്ലോ പെട്ടെന്ന് ഒരു ജില്ലയുടെ വർക്ക് വളരെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നത്. പിന്നെ KNRC ആണ് ഇവിടുത്തെ ഈ വർക്കിൻ്റെ കോൺട്രാക്റ്റ് എടുത്തിട്ടുള്ളത്. KNRC വളരെ മോശം അല്ലാത്ത രീതിയിൽ തന്നെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ അവർക്ക് ഒരു വളരെ ഒരു ബ്ലാക്ക് മാർക്ക് ഈ ഒരു ഹൈവേയിൽ ഉണ്ടായിട്ടുണ്ട്. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂരിയാടാണ്. കൂരിയാട് മഴയത്ത് ഹൈവേയുടെ കുറേ ഭാഗങ്ങൾ തകർന്നു പോവുകയും പിന്നെ അവിടെ വർക്ക് സ്റ്റാർട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗമൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ കാണാം. നമ്മളിപ്പോൾ രാമനാട്ടുകര എത്താൻ പോവുകയാണ്. ഈ രാമനാട്ടുകരയുടെ കുറേ ഭാഗം ശരിക്ക് മലപ്പുറം ജില്ലയല്ല, കോഴിക്കോട് ജില്ലയാണ് കേട്ടോ. അതായത് രാമനാട്ടുകര ടൗൺ എന്ന് പറഞ്ഞാൽ ഫുള്ള് കോഴിക്കോട് ജില്ല തന്നെയാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവാണ്. ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? വളരെ ഫാസ്റ്റായിട്ട് ഹൈവേയിൽ വർക്ക് കംപ്ലീറ്റ് ആയ ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അതായത് കോഴിക്കോട് ബൈപ്പാസിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു സൈഡൊക്കെ. എന്തായാലും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ സർവീസ് റോഡിൻ്റെയും വർക്ക് കംപ്ലീറ്റ് ആയി. ഞാനിപ്പോൾ സർവീസ് റോഡിൽ നിന്നാണ് ഹൈവേയിലോട്ട് കയറിയത്. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ 100% കോഴിക്കോട് ജില്ലയാണ്. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴൊരു സൈഡിൽ, അതായത് ലെഫ്റ്റിലൊരു എക്സിറ്റ് ഉണ്ട്. ഈ ഒരു എക്സിറ്റ് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം നമ്മളിവിടെ നിന്ന് മലപ്പുറം, പാലക്കാട് ഈ ഒരു ഭാഗത്ത് പോകുന്നവർ, അതുപോലെ തന്നെ ഊട്ടി റൂട്ടൊക്കെ പോകുന്നവർ, ഇതുവഴി പോകുന്നവർ ഇനി വരുന്നൊരു എക്സിറ്റ് വഴി നമ്മൾ എടുക്കും. മെയിനായിട്ടും കാലിക്കട്ട് എയർപോർട്ടിലോട്ട് പോകണമെങ്കിൽ ഈ ഒരു എക്സിറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ ഒരു എക്സിറ്റ് എടുത്തിട്ട് നമുക്ക് രാമനാട്ടുകര പാലത്തിൻ്റെ അണ്ടർപാസ് വഴി നമ്മൾ പോകണം. നമ്മളിപ്പോൾ രാമനാട്ടുകര പാലത്തിലേക്ക് കയറിയിട്ടുണ്ട്. രാമനാട്ടുകര പാലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, രാമനാട്ടുകര പഴയ NH66 തന്നെ ഒരു ഫ്ലൈ ഓവർ ഉണ്ടായിരുന്നു. ആ ഒരു ഫ്ലൈ ഓവറിനെ ഇപ്പോൾ പൊളിച്ചു മാറ്റിയിട്ടില്ല. അത് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പുതിയൊരു പാലത്തിൻ്റെ വർക്കാണ് ഇപ്പോൾ ഈ ഒരു സൈഡിൽ ചെയ്തിട്ടുള്ളത്. അന്ന് പാലത്തിൻ്റെ വർക്ക് ചെയ്തപ്പോൾ തന്നെ ഒരു 3 വരി പാലം ആക്കാനുള്ള വീതി തന്നെ ആ പാലത്തിന് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ഒരു സൈഡിൽ പുതിയൊരു പാലം കൂടെ പണിതിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പുതിയ പാലത്തിൽ കൂടെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മൾ രാമനാട്ടുകര പാലം ഏകദേശം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനിയൊരു എക്സിറ്റ് വരുന്നത് യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്താണ്. അതിന് മുമ്പ് എക്സിറ്റുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫറോക്കിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ എക്സിറ്റ് വഴി നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ പുറത്തിറങ്ങിയിരിക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ഒരു ഹൈവേയുടെ അപ്ഡേറ്റ് എങ്ങനെയുണ്ട്? ഇവിടെ ഒരു എൻട്രി മാത്രമേ ഉള്ളൂ കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു എൻട്രി വഴി നമ്മൾ ഹൈവേയിലോട്ട് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു, ഇനി ഒരു എക്സിറ്റ് വരുന്നത് യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ്. അപ്പോൾ അതിന് മുന്നിൽ ഒരു എക്സിറ്റ് നമുക്ക് ഇല്ല. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ഹൈവേയുടെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തൊരു സ്ഥലമാണ്. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ മണ്ണ് ഇട്ട് നല്ല രീതിയിൽ പൊക്കി ഹൈവേയുടെ വർക്ക് എടുത്തൊരു സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. പഴയ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇട്ട് തരാം പഴയ ഹൈവേ ഇവിടെ എങ്ങനെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു സ്ഥലമായിരുന്നു. ഒരു നല്ല വളവും തിരിവൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. ആ സ്ഥലമൊക്കെ മാറി വളരെ നല്ല രീതിയിലൊരു സ്ട്രൈറ്റ് ആയിട്ടൊരു ഹൈവേ ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുന്ന സ്ഥലം കാക്കഞ്ചേരിയാണ്. പ്രധാനപ്പെട്ട ഒരു ടൗൺ ഏരിയ എന്ന് പറയാം. നമ്മളിപ്പോൾ ഇടിമുഴക്കൽ ഭാഗം കഴിഞ്ഞ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കാണുന്നത് കാക്കഞ്ചേരി ഭാഗമാണ്. കാക്കഞ്ചേരി കിങ് ഫ്രൈയുടെ അടുത്താണ് കേട്ടോ. ഈ സ്ഥലമൊക്കെ വളരെ ഭയങ്കരമായിട്ട് മാറിക്കഴിഞ്ഞു കേട്ടോ. അതായത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. മുന്നേ ഹൈവേ ഉയരത്തിൽ കൂടെ ആയിരുന്നു. ഇപ്പോൾ പുതിയ ഹൈവേ വന്നപ്പോഴേ ഈ സ്ഥലമെല്ലാം കുഴിച്ച് താഴ്ന്ന ഭാഗത്തൂടെയാണ് ഹൈവേ പോകുന്നത്.
ആ പഴയ ഹൈവേയുടെ ലെവൽ നമുക്ക് കാണണമെങ്കിൽ ആ മുകളിലൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇനി നമ്മളെത്തുന്ന പ്രധാനപ്പെട്ട സ്ഥലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലോട്ടാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാനിതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മാത്രം കാണിച്ചുകൊണ്ടാണ് പോകുന്നത്. ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്ന് താല്പര്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക, എങ്കിൽ ഞാൻ ഫുൾ വീഡിയോ സുഹൃത്തുക്കളെ, നമ്മൾ കാണുന്ന ഈ സ്ഥലം യൂണിവേഴ്സിറ്റിക്ക് തൊട്ടിപ്പുറത്ത് ചെട്ടിയാർമഴ എന്ന് പറഞ്ഞ സ്ഥലത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട്. അതായത് ഈ ഒരു എക്സിറ്റ് വഴിയാണ് നമ്മൾ യൂണിവേഴ്സിറ്റി പോകണമെങ്കിലും അതുപോലെ തന്നെ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക്, അതായത് കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോകാൻ താല്പര്യമുള്ളവർ കൊഹിനൂർ വഴി പോകണമെങ്കിലും ഈ ഒരു എക്സിറ്റാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇനി ഒരു എക്സിറ്റ് കുറേ ദൂരം കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ പ്രധാനമായിട്ട് ഓർമ്മിക്കുക കേട്ടോ. ഇതാ ഒരു ഓവർ പാസേജ് കാണുന്നുണ്ടോ? ഇതിന്ന് കുറച്ച് ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരുന്നത്, റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഈ സ്ഥലമൊക്കെ ഭയങ്കരമായിട്ട് മാറിപ്പോയി. പഴയ ഈ ഒരു സ്ഥലമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 2 സൈഡിലും ഒരുപാട് മരങ്ങളൊക്കെ ആയിട്ട് വളവും തിരിവൊക്കെ ആയിട്ടുള്ള ഒരു റോഡായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞാണ്, ഇതെല്ലാം മാറ്റിയാണ് പുതിയൊരു ഹൈവേ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി എത്തിയിട്ടില്ല, യൂണിവേഴ്സിറ്റി എത്താൻ പോവുകയാണ്. കുറച്ചുകൂടെ നമ്മൾ മുന്നിലോട്ട് വരുമ്പോഴാണ് യൂണിവേഴ്സിറ്റി കാണാൻ പറ്റുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കറക്റ്റായിട്ടൊരു വ്യൂ നമുക്ക് ഹൈവേയിൽ നിന്ന് എത്രത്തോളം വിസിബിൾ ആകുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, നമുക്ക് ശ്രദ്ധിക്കുക. ഈ റൈറ്റ് സൈഡിലാണ് യൂണിവേഴ്സിറ്റി. ഇപ്പം നമ്മൾ യൂണിവേഴ്സിറ്റി ഭാഗത്തുകൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് ഈ ഓവർ പാസേജ് വരുന്ന സ്ഥലം. ഇതാണ് ശരിക്കും യൂണിവേഴ്സിറ്റി ബസ് സ്റ്റോപ്പ് വരുന്നത് ഈ ഒരു സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ കൊഹിനൂരാണ്. കൊഹിനൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ കൊഹിനൂരാണ് ശരിക്കും. ഇതിപ്പോൾ ഈ ഒരു സ്ഥലം നമ്മൾ കാണുന്നത് കൊഹിനൂരാണ്. കൊഹിനൂർ ഈ ഒരു സ്ഥലത്ത് നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മൾക്ക് മലയാള സിനിമയുടെ ഒരു തീരാനഷ്ടം ഉണ്ടായ ഒരു സ്ഥലം ഇത് തന്നെയാണ്. അതായത് ഇവിടുന്ന് കുറച്ച് താഴെ ഈ ഒരു പള്ളിയുടെയൊക്കെ കഴിഞ്ഞ് കുറച്ച് താഴെ വരുമ്പോഴാണ് ജഗതി ശ്രീകുമാർ ആക്സിഡൻ്റ് ആയ സ്ഥലം. അതായത് കുറച്ചുകൂടെ മുന്നോട്ട് വരും കേട്ടോ. ഈ ഒരു സ്ഥലമാണ്, ശ്രദ്ധിക്കുക. ഇവിടെ ആ പഴയ ഹൈവേ എന്ന് പറഞ്ഞാൽ നല്ല വളവും തിരിവൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഭാഗം വളരെ സ്ട്രൈറ്റായിട്ട് തന്നെ പോയിട്ടുണ്ട് പുതിയ ഹൈവേ. അപ്പോൾ ഈ ഭാഗത്താണ് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടത് ഭാഗത്തൊരു പള്ളി വരും. ഈ ഒരു സ്ഥലത്താണ് ഈ ആക്സിഡൻ്റ് ആയ സ്ഥലം കേട്ടോ. പിന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കൊഹിനൂർ കഴിഞ്ഞ് വരുന്ന അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ചേളാരിയാണ്. അപ്പോൾ ഈ ഒരു എക്സിറ്റ്, കൊഹിനൂർ കഴിഞ്ഞ് വരുന്ന ഒരു എക്സിറ്റ് വഴി നമ്മൾ പുറത്തെടുത്താലാണ് നമുക്ക് NH-66 പരപ്പരങ്ങാടി ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നത് ഈ ഒരു എക്സിറ്റാണ്. അതല്ല എങ്കിൽ നമ്മൾ പിന്നെ ചേളാരി കഴിഞ്ഞ് അടുത്ത വെളിമുക്ക് ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടൊരു എക്സിറ്റ് ഉണ്ട്. ആ ഒരു എക്സിറ്റ് വഴി നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ കൊഹിനൂരൊക്കെ എത്തുന്നവർ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക, പരപ്പനങ്ങാടി പോകുന്നവരാണെങ്കിൽ. ഓക്കെ, നമ്മളിപ്പോൾ ചേളാരി ടൗൺ ഭാഗത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കാണുന്ന ഈ സ്ഥലം ചേളാരി ടൗൺ ഭാഗമാണ്. ചേളാരി ടൗൺ നമുക്ക് കാണാൻ പറ്റില്ല, കാരണം അറിയാമല്ലോ ഹൈവേ താഴ്ന്നാണ്, സർവീസ് റോഡ് വഴിയാണ്. നമുക്ക് പോയി കഴിഞ്ഞാൽ സ്ഥലം ടൗൺ കാണാൻ പറ്റും. അപ്പോൾ ചേളാരി കഴിഞ്ഞാൽ അടുത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലം വെളിമുക്കാണ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കാണുന്നത് വെളിമുക്ക് ഭാഗമാണ്. ഇപ്പോൾ വരാൻ പോകുന്ന ഒരു എക്സിറ്റ് ഉണ്ട്. ഈ ഒരു എക്സിറ്റ് വഴിയാണ് നമ്മൾ വെളിമുക്ക് ഭാഗത്തേക്ക് പോകേണ്ട ഒരു എക്സിറ്റ് എടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ടാസ്ക്കാണ്, കുറച്ച് മുന്നോട്ട് പോയിട്ട് നമുക്ക് വരാൻ പറ്റും. അപ്പോൾ വെളിമുക്ക് ഭാഗം കുറിച്ച് പറയുകയാണെങ്കിൽ, വെളിമുക്ക് ഭാഗം നമുക്ക് എന്താ പറയുക, ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെയൊക്കെ അങ്ങ് മാറിക്കഴിഞ്ഞു. അതായത് അറിയാമല്ലോ, റോഡൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, സ്ഥലമൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഈ റോഡിൻ്റെ സൈഡ് മുന്നേ ഉണ്ടായിരുന്ന കടകളും ബിൽഡിങ്ങുകളൊക്കെ പോയിട്ടുണ്ട്. എല്ലാം പുതിയ സെറ്റപ്പുകളാണ്. അതായത് നിങ്ങളൊരു പ്രവാസിയൊക്കെ ആണെങ്കിൽ ഇതുവഴി വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലമൊന്നും മനസ്സിലാവില്ല. നിങ്ങളെ നാട് മാറി വീണ്ടും നിങ്ങൾ ദുബായിലെത്തിയ പോലൊരു ഫീലൊക്കെ ആയിരിക്കും കേട്ടോ ഒരു പക്ഷേ. അപ്പോൾ നമ്മൾ വെളിമുക്ക് കഴിഞ്ഞ് മുന്നോട്ടാണ്. ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ടൗൺ എന്ന് പറഞ്ഞാൽ കുളപ്പുറമാണ് കേട്ടോ.
കുളപ്പുറം ടൗൺ എല്ലാവർക്കും അറിയാം, ഒരു പ്രധാനപ്പെട്ട ടൗണാണ്. NH-66 കാലിക്കറ്റ് എയർപോർട്ട്, അതായത് നമ്മൾ കൊണ്ടോട്ടി ഭാഗത്തേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് കുളപ്പുറം ജംഗ്ഷൻ. അങ്ങനെ നമ്മളിപ്പോൾ കുളപ്പുറം ജംഗ്ഷൻ എത്താൻ പോവുകയാണ്. ഇനി വരുന്ന ലെഫ്റ്റിലോട്ടാണ് നമ്മൾ കുളപ്പുറം ജംഗ്ഷനിലോട്ട് പോകേണ്ടത്. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വഴിക്ക് വരുന്നവർ ഇപ്പോൾ കൂരിയാട് ഹൈവേയിലുള്ള ആ ഒരു തകർച്ച, കുറച്ച് ഭാഗം തകർന്നു പോയല്ലോ. അപ്പോൾ ആ ഒരു ഭാഗം തകർന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ഇപ്പുറത്ത് ഒരു ഹൈവേ ക്ലോസ് ചെയ്തിട്ട് ലെഫ്റ്റ് നമ്മൾ റോഡ് കയറിയാണ് നമ്മൾ പോവേണ്ടത്. അത് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ട, ഇവിടെ ഒരു റോഡിൻ്റെ നടുക്ക് ഡിവൈഡർ വെച്ച് മറച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് വഴി നമ്മൾ പോവുക. ഇത് ഇപ്പോൾ നമ്മൾ പോകുന്നത് നേരെ കുളപ്പുറം ജംഗ്ഷനാണ്. ആക്ച്വലി ഈ ഭാഗത്തൊക്കെ ഹൈവേൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയതൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടുത്തെ ഒരു സർവീസ് റോഡ് കാണുകയാണെങ്കിലും സർവീസ് റോഡൊക്കെ കണ്ടോ പക്കയാണ്, 2 വരിയാണ്, നല്ല വീതിയുള്ള സർവീസ് റോഡാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ കുളപ്പുറം ജംഗ്ഷൻ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുളപ്പുറം ജംഗ്ഷനിൽ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചേളാരി കഴിഞ്ഞ് വന്നിരുന്നാൽ നമുക്ക് ആ വെളിമുക്ക് ഭാഗത്തും പെട്രോൾ പമ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ടെൻഷനൊന്നും ആവേണ്ട കാര്യമില്ല. പെട്രോളൊക്കെ നമുക്ക് അടിക്കാൻ സ്ഥലം ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. അപ്പോൾ കുളപ്പുറം ജംഗ്ഷൻ അതായത് ടൗൺ ഏരിയയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് കാണുന്ന റോഡ് ആ പഴയ NH-66 ആ റോഡിൻ്റെ വളവും തിരിവുകളും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമുക്ക് വേണമെങ്കിൽ ആ വഴി പോകാമായിരുന്നു. ഞാൻ കറക്റ്റ് സർവീസ് റോഡ് വഴി തന്നെയാണ് വന്നത്. നിങ്ങൾക്ക് ഈ സർവീസ് റോഡൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ കുളപ്പുറം ഭാഗത്ത് ഒരു നല്ലൊരു ഓവർ പാസേജ് ഉണ്ട്. നല്ല വീതിക്ക് തന്നെയാണ് ഇവിടെ അണ്ടർ പാസേജും ഓവർ പാസേജും ഒക്കെ NH-66 ചെയ്തിട്ടുള്ളത്. സർവീസ് റോഡിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് അടുത്ത സർവീസ് റോഡിലോട്ടോ ഒരു ജംഗ്ഷനിലോട്ടോ പോകാൻ കണക്കാക്കി നല്ല വീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടുത്തെ വർക്ക് കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇനിയൊരു 50 വർഷത്തേക്ക് ഉള്ള ഒരു എന്താ പറയുക, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു രീതിക്ക് തന്നെയാണ്, കുറച്ച് കാലം മുന്നോട്ട് കണ്ടുകൊണ്ടാണ് ഇവിടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പല സ്ഥലത്തും സിഗ്നൽ ഇല്ലാത്ത റോഡെന്നാണ് പറയണത്. എന്തായാലും ഈ ഭാഗത്തൊന്നും സിഗ്നൽ കാണുന്നില്ല, മലപ്പുറം ഭാഗത്തൊന്നും. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കൂരിയാടാണ്. കൂരിയാട് ഭാഗത്തിൻ്റെ ഒരു തുടക്കമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കാര്യം അറിയാമല്ലോ, മണ്ണിട്ട് ലെവൽ ചെയ്ത സ്ഥലമായിരുന്നു. അത് മഴയത്ത് പൊട്ടി പോയിട്ടുണ്ട്. എന്നാൽ അവിടെ ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നത് നമുക്ക് കാണാം. പിന്നെ കൂരിയാട് ഭാഗം ഒരു വയൽ പ്രദേശമാണ്. അവിടെ പണ്ടേ കുറച്ച് വെള്ളക്കെട്ടുള്ള ഒരു ഏരിയയാണ്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. അതൊക്കെ ഒരു ടെക്നീഷ്യനായിട്ടുള്ള ഒരു ആൾക്കാണ് പറയാൻ പറ്റുന്നത്, ഒരു എൻജിനീയേഴ്സിനൊക്കെ പറയാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ കൂരിയാട് ഹൈവേ തകർന്നു പോയ ആ ഭാഗമാണ് കാണാൻ പോകുന്നത്. ഏകദേശം നമ്മൾ അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്തി എന്ന് തന്നെ പറയാം. ആ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. സൈഡ് കംപ്ലീറ്റ് വയലാണ്, ആ വയൽ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ഈ നാട്ടുകാർക്കൊക്കെ നല്ല രീതിയിൽ അറിയാമെന്നുള്ളൊരു കാര്യമാണ്. കാരണം പണ്ടേ ഇവിടെ ഒരു വെള്ളക്കെട്ടാണ്. പക്ഷേ മുന്നേ ഉണ്ടായിരുന്ന ഒരു ഹൈവേയും പാലമല്ലായിരുന്നു, അത് മണ്ണിട്ട് ലെവൽ ചെയ്ത ഒരു സ്ഥലം തന്നെയായിരുന്നു മുന്നേ ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെയാണ് കറക്റ്റായിട്ട് പറഞ്ഞാൽ ആ ഹൈവേ തകർന്നു പോയ സ്ഥലം കേട്ടോ. സുഹൃത്തുക്കളെ, ഇപ്പോഴും ഇവിടുത്തെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം ഇത്രയും നല്ല ലെവലിൽ ഉയരത്തിൽ മണ്ണ് ഫില്ല് ചെയ്ത് റോഡ് ടാറ് വരെ ചെയ്തിരുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തുള്ള കംപ്ലീറ്റ് മണ്ണും ഇപ്പം മാറ്റി പുതിയ പാലത്തിന് വേണ്ടിയിട്ടുള്ള വർക്ക് നടക്കുകയാണ്. അതിൻ്റെ പില്ലറിൻ്റെ വർക്കുകളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നടക്കുകയാണ്. ഞാനിവിടെ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നൈറ്റും ഡേയും ആയിട്ടാണ് വർക്ക് നടക്കുന്നത്. സുഹൃത്തുക്കളെ, അങ്ങനെ കൂരിയാട് കഴിഞ്ഞ് മുന്നോട്ടാണ്. ഇനി വരുന്നൊരു പ്രധാനപ്പെട്ട സ്ഥലം കക്കാടാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൈവേയിലോട്ട് കയറാം. ഹൈവേയിലോട്ട് കയറുന്ന സ്ഥലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ കണ്ടോ, ഏകദേശം വർക്ക് കംപ്ലീറ്റ് ചെയ്ത് മുകളിൽ ബോർഡൊക്കെ സ്ഥാപിച്ചിരുന്നു. അങ്ങനെയുള്ളൊരവസ്ഥയായിരുന്നു. കാരണം ഈ വെള്ളം അതിശക്തമായിട്ട് വന്ന ആ ഒരു ഭാഗം പൊളിഞ്ഞു പോവുകയാണ് ചെയ്തത്. ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ല, ഞാനത് കണ്ടിട്ടില്ല. ന്യൂസിലൊക്കെ കണ്ട കാര്യമാണ്, അല്ലെങ്കിൽ കേട്ട കാര്യങ്ങളൊക്കെയാണ് നിങ്ങളടുത്ത് പറയണത്. ഓക്കെ, നമ്മളത് കഴിഞ്ഞു. ഇനി കക്കാട് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടെയൊക്കെ ഈ ഒരു സ്ഥലമൊന്നും തിരിച്ചറിയാൻ പോലും പറ്റില്ല. ഞാനൊരു 3-4 വർഷം മുമ്പ് ഇതുവഴി പോയതാണ്. അന്നത്തെ ഒരവസ്ഥ ഇന്നത്തെ ഒരവസ്ഥയും കൂടെ നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക. ഈ നാട്ടുകാരൊക്കെ ആണെങ്കിൽ എന്നെക്കാളും കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ടാവും അവർക്ക്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കാണുന്ന സ്ഥലം വെണ്ണിയൂർ എന്ന ഭാഗമാണ്. വെണ്ണിയൂരൊക്കെ കണ്ടോ ഭയങ്കരമായിട്ട് മാറിക്കഴിഞ്ഞു. ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാലും റോഡെല്ലാം ഓൾമോസ്റ്റ് ഒരേപോലെയാണ് ഇരിക്കുന്നത്. കുറച്ചു കാലം മുമ്പ് ഈ വഴിയൊക്കെ യാത്ര ചെയ്ത ആൾക്കാർ ഈ റോഡൊക്കെ ഇപ്പോൾ കാണുമ്പോൾ അവർ വിചാരിക്കും പണ്ട് വളരെ കഷ്ടപ്പെട്ട് വളവും തിരിവും ഒക്കെ ആയിട്ട് പോയ റോഡുകളായിരുന്നു. കാരണം ബ്ലോക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കായിരുന്നു. പക്ഷേ ചില സ്ഥലത്ത് നല്ല സ്ട്രൈറ്റ് റോഡുകളും ഉണ്ടായിരുന്നു. പക്ഷേ എന്നായിരുന്നാലും ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു 1.5 ബ്ലോക്ക് ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതാ ഇങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന അവസ്ഥയിലോട്ട് മാറിയത്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാലച്ചിറമാട് വഴിയാണ്. ഇപ്പോൾ നമ്മളിതാ മുന്നിൽ കാണുന്നത് പാലച്ചിറമാട് ഓവർ ബ്രിഡ്ജാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ കോട്ടയ്ക്കൽ വയഡക്റ്റാണ്. അതായത് കോട്ടയ്ക്കൽ വയഡക്റ്റ് വന്ന് കോട്ടയ്ക്കൽ ഒരു ബൈപ്പാസായിട്ടാണ് NH66 കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആരും ഇനി എടരിക്കോട് അതുപോലെ തന്നെ കോട്ടയ്ക്കൽ ടൗൺ ഇതൊന്നും ടച്ച് ചെയ്യാതെയാണ് NH66 കടന്നു പോകുന്നത്. അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം കൂടെയാണ്. പക്ഷേ എന്നിരുന്നാലും ഈ ബൈപ്പാസ് വന്നതോടുകൂടി നമ്മൾ കോട്ടയ്ക്കൽ ടൗൺ ഇനി മറക്കാമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ NH66 നമ്മൾ മലബാർ ഏരിയയിലോട്ട് വരുമ്പോൾ ഒരുപാട് സമയം നഷ്ടപ്പെടുന്ന, അതായത് ബ്ലോക്കിൽ നഷ്ടപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം കോട്ടയ്ക്കലാണ്. അപ്പോൾ കോട്ടയ്ക്കൽ ബ്ലോക്കിന് ഒരു ഓർമ്മയിലേക്ക് മാറുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കോട്ടയ്ക്കൽ ബൈപ്പാസ് വളരെ നല്ലൊരു ഭംഗിയുള്ള ബൈപ്പാസാണ്. അതായത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം 2 സൈഡും മരങ്ങൾ മാത്രമേ നമുക്ക് കാണാനുള്ളൂ. സുഹൃത്തുക്കളെ, അങ്ങനെ കോട്ടയ്ക്കൽ ബൈപ്പാസ് കഴിഞ്ഞു. രണ്ടത്താണിയും പുത്തനത്താണിയും കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം വെട്ടിച്ചിറ ടോൾ പ്ലാസയാണ്. നമ്മളിപ്പോൾ വെട്ടിച്ചിറ ടോൾ പ്ലാസയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി 1 കിലോമീറ്റർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെട്ടിച്ചിറ ടോൾ പ്ലാസയാണ്. വെട്ടിച്ചിറ ടോൾ പ്ലാസയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് കംപ്ലീറ്റ് ആയ ഒരു സ്ഥലമാണ് കേട്ടോ ഈ വെട്ടിച്ചിറ ടോൾ പ്ലാസ. അവിടെ ഇപ്പോൾ ടോൾ പ്ലാസയുടെ ഓൾമോസ്റ്റ് എല്ലാ വർക്കും, ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ A to Z വർക്കും അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ കൂരിയാട് ബൈപ്പാസ് തകരാതിരുന്നുവെങ്കിൽ വെട്ടിച്ചിറ ടോൾ പ്ലാസയൊക്കെ ഓപ്പൺ ആവേണ്ട സമയം കഴിഞ്ഞു. കാരണം ആ ഒരു രീതിക്കായിരുന്നു സംഗതി എല്ലാം വർക്കും കംപ്ലീറ്റ് ആയിരുന്നത്. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ടോൾ പ്ലാസയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. വെട്ടിച്ചിറയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ കോട്ടയ്ക്കൽ ടൗൺ ഏരിയയിൽ നമ്മളിപ്പോൾ പ്രവേശിക്കാത്തതുകൊണ്ട് തന്നെ NH66 വഴി നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്കോ അല്ലെങ്കിൽ കോഴിക്കോട് തിരിച്ചു പോകുമ്പോഴോ നമുക്ക് ഹോട്ടലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ വെട്ടിച്ചിറ ഭാഗത്ത് വന്നിട്ടുണ്ട്. അതായത് ആ ടോൾ പ്ലാസ ഇരിക്കുന്ന സെയിം സ്ഥലത്ത് തന്നെ നമുക്ക് ഹോട്ടലൊക്കെ കാണാം. നല്ല രീതിയിലുള്ള, അതായത് പാർക്കിംഗ് ഏരിയ ഒക്കെ ഉള്ള ഹോട്ടലുകൾ ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിൽ ടെൻഷൻ വേണ്ട. ഇപ്പോൾ നമ്മൾ ഏകദേശം ടോൾ പ്ലാസയുടെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ടോൾ പ്ലാസയിൽ ഏറ്റവും ലേറ്റസ്റ്റ് സ്കാനിങ് സിസ്റ്റമൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ പോകാൻ പറ്റും കേട്ടോ. നമ്മൾ സാധാരണ കാണുന്ന ടോൾ പ്ലാസ പോലെയല്ല, വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഫാസ്റ്റാഗ് സ്കാൻ ചെയ്ത് നമുക്ക് പോകാൻ പറ്റുന്ന രീതിക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ടോൾ പ്ലാസയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈവേ കയറിയിട്ട് നമുക്ക് ഒരിക്കലും എക്സിറ്റ് അടിച്ച് പോകാൻ പറ്റില്ല. കാരണം ആ ഒരു രീതിക്കാണ് ഈ ഒരു ടോൾ പ്ലാസ അവർ ചെയ്തിട്ടുള്ളത്. എന്തായാലും നമ്മളിന്ന് കയറി കഴിഞ്ഞാൽ, അതായത് ഒരു 5-6 കിലോമീറ്ററിനടുത്ത് നിന്നാണ് എക്സിറ്റും എൻട്രിയൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് ടോൾ പ്ലാസ. റേറ്റും കാര്യങ്ങളൊന്നും ഈ ബോർഡുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഓരോ വണ്ടിയുടെയും വിവരങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഈ ഒരു ടോൾ പ്ലാസ നമ്മൾ സാധാരണ കാണുന്നൊരു ടോൾ പ്ലാസ പോലെ അല്ല. എല്ലാം ഒറ്റ ട്രാക്കിൽ തന്നെ ഇങ്ങനെ ചരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ടോൾ പ്ലാസ. അപ്പോൾ ഞാൻ സ്ലോവിൽ കാണിക്കാത്ത തന്നെ ഇതിൽ വലിയ പുതുമയൊന്നുമില്ല, അത് തന്നെയാണ് കാര്യം. അപ്പോൾ അങ്ങനെ ടോൾ പ്ലാസ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് റോഡാണ് കേട്ടോ, ഈ ടോൾ പ്ലാസ ഉള്ള സ്ഥലത്തൊക്കെ. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ടോള് സ്ഥലത്ത് വണ്ടി പാർക്കിങ്ങും അതുപോലെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം യൂസ് ചെയ്യാനുള്ള ബാത്റൂം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഹോട്ടലിൻ്റെ കാര്യത്തിൽ നമ്മൾ ടെൻഷൻ വേണ്ട. ഇപ്പം തന്നെ ഓൾറെഡി ഒരു 2-3 ഹോട്ടൽ ഇവിടെ ഉണ്ട്.